മംഗലം പ്രദേശം തിരുവല്ല നഗരസഭ 18-ാം വാർഡിൽ ഉൾപ്പെടുന്നു. 24 വീടുകളിലാണ് വെള്ളം കയറിയിട്ടുള്ളത്. 4 മണിക്കൂർ സമയം കൂടി പിന്നിട്ടതോടെ വീടുകൾക്കുള്ളിൽ വെള്ളം കയറി. അങ്ങനെ വീട് വിട്ടുപോകേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. ജനപ്രതിനിധികൾ ഇടപെട്ട് തിരുമൂലപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. അങ്ങനെ ഇവിടുത്തെ 24 കുടുംബങ്ങളും അവിടേക്ക് മാറി താമസിക്കുകയാണ്. ഒരുപക്ഷെ വർഷത്തിൽ ഒന്നോ അതിലധികമോ തവണ വീടുകൾ വിട്ടു പോകേണ്ട തരത്തിലാണ് ഈ മേഖലയിലെ ആളുകളുടെ ജീവിതം തന്നെ. അങ്ങനെ നഗരസഭയിൽ ഏറ്റവും കൂടുതൽ ദുരിതം പേറുന്ന ഒരു ജനവിഭാഗമാണ് ഇവിടെയുള്ള ആളുകൾ. മാത്രമല്ല, തിരുമൂലപുരത്തെ പുളിക്കത്തറമാലി, ആറ്റുവാലി, അടുമ്പടം എന്നീ പ്രദേശങ്ങളിലും വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. 8-9 മണിയൊക്കെ ആയപ്പോഴത്തേന് എല്ലാവരും വീട്ടിലൊക്കെ എടുത്തോളൂ. പിന്നെ അപ്പോൾ തന്നെ എല്ലാവരും ക്യാമ്പിലോട്ടൊക്കെ പോയി. പിന്നെ സത്യൻ സാറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി വന്ന് മെമ്പറൊക്കെ വന്നിട്ട് ക്യാമ്പ് ഇവിടെ തുറന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും അങ്ങോട്ട് പോകുമായിരുന്നു. ട്രെയിൻ കടന്നു പോകുമ്പോൾ റെയിൽവേ ഗേറ്റ് അടച്ചിടുന്നത് ഗതാഗതത്തിന് തടസ്സമാകുന്നു എന്ന് കണ്ടാണ് അടിപ്പാതയുടെ നിർമ്മാണം ഉണ്ടായത്. ഇരുവള്ളിപ്രയിലെ ഈ അടിപ്പാത നിർമ്മാണം വലിയ വാഹനങ്ങൾക്ക് കൂടി കടന്നു പോകാൻ കഴിയുന്ന തരത്തിലാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഭൂനിരപ്പിനേക്കാൾ അല്പം കൂടി താഴ്ത്തി നിർമ്മിച്ചത്. അത് പക്ഷേ മണിമലയാറ്റിൽ വെള്ളം കയറുന്നതിന് ആനുപാതികമായി ഇവിടെയും വെള്ളം കയറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. മേപ്പാലമായിരുന്നപ്പോൾ, മേളിൽ കൂടത്തെ പാലമായിരുന്നപ്പോൾ ട്രെയിനെ പേടിച്ചാൽ മതിയായിരുന്നു. ഇപ്പം മനുഷ്യന് നടക്കാനൊക്കെ എന്തെല്ലാം ചെയ്തിട്ടും ഇത് ഒരു പ്രയോജനവും. ഇപ്പം ഇതിൻ്റെ ഈടെ ഉണ്ടാക്കി, പിന്നെ വണ്ടി പൊങ്ങത്തില്ല. മേളിൽ കൂടെ ഉള്ള പാലമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് വല്ലാത്ത അപകടമാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും ഒറ്റ ഒരു കാര്യത്തിൽ മാത്രം ആശ്വാസമുണ്ട്. മഴയുടെ അളവിൽ കാര്യമായ കുറവുണ്ട്. തിരുവല്ലയിൽ നിന്നും CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.